ഇന്നത്തെ ഉച്ചയൂണിൻ്റെ വിഭവങ്ങൾ കാണാം. നമുക്ക് ഭക്ഷണം കഴിക്കാം. ഓക്കെ, സ്റ്റാർട്ട് എടുക്കട്ടെ, തുടങ്ങട്ടെ. ചോറെടുത്തു, പാവയ്ക്ക മെഴുക്ക് പുരട്ടി, കടല റോസ്റ്റ്, വെള്ളക്കടല. വൈകിട്ട് ദോശയും കടലക്കറിയുമാണ്, അതുകൊണ്ട് ഞാൻ നേരത്തെ ഇതങ്ങ് റോസ്റ്റ് ചെയ്തെടുത്തു. ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, ബാക്കി പച്ചമുളക് എല്ലാം കൂടി ഇട്ടിട്ട് മസാലകളും ചേർത്ത് റോസ്റ്റ് ചെയ്തെടുത്തു. പിന്നെ ഇന്ന് ഉണ്ടാക്കിയത് സാമ്പാറാണ്. പച്ചക്കറി ഇഷ്ടംപോലെ ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ കഷ്ണങ്ങൾ ധാരാളം ചേർത്തു. ചേന, ഉരുളക്കിഴങ്ങ്, മത്തങ്ങ, പിന്നെന്താണ് ഇതൊക്കെയാണ്, ക്യാരറ്റ്, വെണ്ടയ്ക്ക, തക്കാളി. ഇതിലൂടെ കാച്ചിയ മോരുമാക്കി കുറച്ചെടുത്തു. പിന്നെ നെല്ലിക്ക അച്ചാർ, നെല്ലിക്ക ചുമപ്പായിട്ടിട്ട് നാരങ്ങയൊക്കെ ഇടുന്നത് പോലെ. അപ്പോൾ ഇതെല്ലാം വെജിറ്റേറിയനാണ്. ഇതൊക്കെ കൂട്ടിയാണ് ഞങ്ങളുടെ ഇന്നത്തെ ഉച്ചയൂണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. കഷ്ണങ്ങൾ ധാരാളം ഇട്ടു സാമ്പാറിൽ. ഇതിലിഷ്ടം പോലെ പച്ചക്കറികൾ. കടൽ റോസ്റ്റ് ചാറാക്കാതെ കടൽ റോസ്റ്റ് ചെയ്താലും നല്ല ടേസ്റ്റാണ്. പാവയ്ക്ക മെഴുക്ക് പുരട്ടി, തേങ്ങാക്കൊത്തും സവാളയൊക്കെ ചേർത്താണ് പാവയ്ക്ക മെഴുക്ക് പുരട്ടി. പിന്നെ നമ്മൾ നെല്ലിക്ക അച്ചാർ. അപ്പോൾ കഴിക്കാം. ഓക്കെ, കഴിക്കട്ടെ. സ്റ്റാർട്ട് ചെയ്തോളൂ കേട്ടോ. ചോറും കറികളും എല്ലാം ഇന്ന് തന്നെ ഉണ്ടാക്കിയതാണ്. ചോറ് റൈസ് കുക്കറിൽ വെച്ചിട്ട് ബാക്കി ആ സമയം കൊണ്ട് തന്നെ ഞാൻ കറികളൊക്കെ ഉണ്ടാക്കാനായിട്ട് തുടങ്ങി. കടല ഇന്നലെ രാത്രിയിൽ വെള്ളത്തിലിട്ട് കുതിർത്ത് രാവിലെ അത് വേവിച്ച് വെച്ചു. പിന്നെ വെളുത്തുള്ളി, ഇഞ്ചിയൊക്കെ തൊലി കളഞ്ഞ് ജസ്റ്റ് ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ സാമ്പാർ വെക്കാനുണ്ട് ചേന, മത്തങ്ങ, ഇതിൻ്റെയൊക്കെ തൊലി കളഞ്ഞ് കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അല്പം ഈസിയായിരുന്നു പാചകം ചെയ്യാനായിട്ട്.